ജയ് ജവാൻ ജയ് കിസാൻ എന്ന മുദ്രാവാക്യം അന്വർത്ഥമാക്കുന്ന ഒരു ഭക്ഷണശാലയുണ്ട് തൃശൂർ ചെറുതുരുത്തി വെട്ടിക്കാട്ടിരിയിൽ. സൈനികർക്കും വിരമിച്ചവർക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും ഇവിടെ സൗജന്യമായി ഭക്ഷണം ലഭിക്കും, അതും 24 മണിക്കൂറും. അബ്ദുൽ സലാമിന്റെ കഫേ മക്കാനിയിലെ വിശേഷങ്ങൾ കാണാമിനി. അബ്ദുൽ സലാമിന് 6 വയസ്സുള്ളപ്പോഴാണ് മൂത്ത സഹോദരൻ സൈന്യത്തിൽ ചേരുന്നത്. പിന്നീട് കുടുംബത്തിന്റെ പ്രാർത്ഥന ജ്യേഷ്ഠനും കൂടിയുള്ളതായി. സൈന്യത്തിലുള്ള സഹോദരൻ ഒരു ദിവസം അവധിക്ക് നാട്ടിലെത്തിയപ്പോൾ ഒപ്പമുണ്ടായിരുന്ന സൈനികരായ സുഹൃത്തുക്കൾ ജ്യേഷ്ഠന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം തങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടു. ഇതാണ് എല്ലാറ്റിനും വഴിത്തിരിവായത്. പിന്നീട് ആ പ്രാർത്ഥന രാജ്യത്തെ മുഴുവൻ സൈനികർക്കും വേണ്ടിയായി. ഞാൻ കുറെ വളർന്നു വലുതായിട്ടാണ് ഏട്ടൻ നേവിയിലാണെന്നൊന്നും എനിക്ക് അറിയണത്. അതുവരെ എനിക്ക് പട്ടാളം എന്നുള്ളൊരു പാറ്റേൺ മാത്രമേ അറിയുള്ളൂ. വ്യത്യസ്ത സേനകൾ ഉണ്ടെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഏട്ടൻ്റെ കൂട്ടുകാരും പറയും, പിന്നെ ഏട്ടന് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ പോരാ, ഞങ്ങൾക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. ആ ഒരു ഇതാണ് പിന്നെ രാജ്യത്തെ മുഴുവൻ സൈനികർക്കായിട്ട് എൻ്റെ പ്രാർത്ഥന മാറിയത്. ഏകദേശം എനിക്ക് 54 വയസ്സായി. ഒരു ദിവസം പോലും എൻ്റെ ഓർമ്മയിൽ ഒരു ദിവസം പോലും ഞാൻ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാത്ത ഒരു ദിവസം ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ ഉറങ്ങും. എൻ്റെ വീട്ടിലും ഞാൻ പറയും, എൻ്റെ മക്കളുടെ അടുത്ത് ഭാര്യയുടെ അടുത്തൊക്കെ പറയാറുണ്ട്, കിടക്കുന്നതിൻ്റെ മുന്നേ എല്ലാവരും രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അപ്പോൾ വളർന്നു വന്നതോടുകൂടി ഞാൻ മാത്രം പോരാ, അതിനൊരു സമൂഹം വളർന്നു വരണമെന്ന് തോന്നി. വളർന്നു വലുതായപ്പോൾ സൈനികർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്ന് ആഗ്രഹമായി അബ്ദുൽ സലാമിന്. ആ കാലത്ത് സ്വന്തമായി ഒരു ഭക്ഷണശാല തുടങ്ങിയപ്പോൾ അതിൽ ഒരു മുറി തന്നെ സൈനികർക്ക് വേണ്ടി ഒഴിച്ചിട്ടു. സൈനികരുടെ ചിത്രങ്ങളും വിവിധ സേനാ വിഭാഗങ്ങളുടെ യൂണിഫോമുകളും മുറിയിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഞാനും അനിയനും എൻ്റെ ഒരു കൂട്ടുകാരുണ്ട്, ചാവക്കാടുള്ള റഫീഖ്, ഞങ്ങൾ 3 പേരാണ്. ഈ കഫേയിലൂടെ രാജ്യത്തിനൊരു സന്ദേശം കൊടുക്കുന്ന തോന്നി. രാജ്യത്തെ പട്ടാളക്കാരെ സ്നേഹിക്കുന്ന, അവരെ ബഹുമാനിക്കുന്ന ഒരു സമൂഹത്തെ വളർത്തണം എന്ന് തോന്നി. അങ്ങനെയാണ് ഈ കഫേയിൽ ഞങ്ങൾ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രത്യേക ഇരിപ്പിടം തയ്യാറാക്കി. അതുപോലെ തന്നെ രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ലഘുലേഖകൾ വിതരണം ചെയ്തു തുടങ്ങി. 3 ഭാഷകളിൽ ലഘുലേഖ വിതരണം ചെയ്യുന്നുണ്ട്. സൈനികരും മുൻ സൈനികരും അവരുടെ കുടുംബങ്ങൾക്കും ഈ ഭക്ഷണശാലയിൽ 24 മണിക്കൂറും ഭക്ഷണം സൗജന്യമാണ്. ഭക്ഷണശാലയ്ക്ക് മുൻപിൽ സ്ഥാപിച്ച LED ബോർഡിൽ സൈനിക സ്നേഹത്തിന്റെ സന്ദേശം തെളിഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ ഞങ്ങൾ പുറത്തന്നെ പബ്ലിക്കിന് മൊത്തം കാണാവുന്ന രീതിയിൽ ഒരു രാജ്യത്തെ സൈനികർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഉള്ള ഒരു സോളിഡ് LED ലൈറ്റിന്റെ ബോർഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ വരുന്ന ഞങ്ങൾ എല്ലാ ഫെസിലിറ്റീസും രാജ്യത്തെ സൈനികർക്ക് ഞങ്ങളുടെ ഷോപ്പിന്റെ വകയാക്കി മാറ്റി. 24 മണിക്കൂറും അവർക്ക് വരാം, എന്ത് ഭക്ഷണം വേണമെങ്കിലും കഴിക്കാം. അതിന് രാജ്യത്തിന് വേണ്ടി 1 മണിക്കൂർ സൈനിക സേവനം നടത്തിയ ആളാണെങ്കിലും ഞങ്ങളുടെ എല്ലാ ഫെസിലിറ്റീസും അവർക്ക് കൊടുക്കുന്നുണ്ട്. അതുമാത്രമല്ല, രാജ്യത്തിന് വേണ്ടി നിലവിലെ സൈനികർ എന്നല്ല, സൈനിക സേവനം നടത്തിയ ആളുകളാണെങ്കിലും, അതായത് സൈനിക സേവനം അവസാനിപ്പിച്ച് വന്ന ആളുകളാണെങ്കിലും രാജ്യത്തെ സൈനികരുടെ എല്ലാ ആനുകൂല്യങ്ങളും ഞങ്ങൾ വലിയൊരു സ്ഥാപനമൊന്നുമല്ലല്ലോ, ചെറിയൊരു സ്ഥാപനമല്ലേ. അപ്പോൾ ഞങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ. ഭക്ഷണശേഷം മടങ്ങുന്നവരുടെ കയ്യിൽ ആ സന്ദേശമടങ്ങിയ ഒരു കുറിപ്പും കൈമാറും. കഴിഞ്ഞ 5 വർഷത്തോളമായി സൈനികരെ ഇങ്ങനെ സ്നേഹത്താൽ ചേർത്ത് നിർത്തുകയാണ് അബ്ദുൽ സലാം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിളക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി 3 പീടികയിൽ. വിവാഹ പാർട്ടികൾക്ക് സ്വർണം ഹോൾസെയിൽ വിലയിൽ. 10 പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ, ലൈറ്റ് വെയ്റ്റ് ആൻഡ് കിഡ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ്. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ മനസ്സിലിണങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ്. 32 വർഷത്തിന്റെ സേവന പാരമ്പര്യം. മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 3 പീടിക. You're watching True Line News.